ഗൈസ് ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ബിഗ് എയറോപ്ലെയിനിങ്ങളൊക്കെ വന്നിട്ടുണ്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എയറോപ്ലെയിനിങ്ങളൊക്കെ റൈഡ് ചെയ്യാന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. പിന്നെ ഗൈസ് നമ്മളെ കുറേ കൂട്ടുകാർ നമ്മൾ ചോദിക്കുന്നത് എലിഫൻറ്റിൻ്റെ ചീറ്റ് കോഡ് കിട്ടിയത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു നമ്മൾ എലിഫൻറ്റിൻ്റെ കറക്റ്റ് ചീറ്റ് കോഡുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ നമ്മൾ 5 സൂപ്പർ കാർസുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 സൂപ്പർ കാർസ് ഏതാണ്, എൻ്റെ ചീറ്റ് കോഡുകളൊക്കെ എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ പറഞ്ഞില്ല. ഓക്കെ, പിന്നെ കൺസ്ട്രക്ഷൻ വർക്കറുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്കറിനെകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ബിഗ് പ്ലെയിനുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ റൈഡിങ്ങുകളൊക്കെ ചെയ്യാമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞിരുന്നിട്ടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്താണ് ബെല്ലൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൺ ചെയ്ത് വയ്ക്കുക ഗീസ്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രെഡ് കളിക്കുന്ന കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം ഷെയറിങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് എയർപ്ലെയിനുകളൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു അതിനൊരു കിടിലൻ ട്രിക്കുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രിക്കുകളൊക്കെ മസ്റ്റായിട്ട് എല്ലാം കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണെന്ന് ട്രിക്കുകളൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ബിഗ് എയർപ്ലെയിനുകളൊക്കെ റൈഡ് ചെയ്യണമെങ്കിൽ വ്യക്തമായിട്ട് കാണാനില്ല. അപ്പോൾ ഈ ഒരു ബിഗ് എയർപ്ലെയിനുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ റൈഡിങ്ങുകളൊക്കെ ചെയ്യാനൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളെ എയർപോർട്ടിങ്ങളൊക്കെ പോകാനായിട്ട് പോവുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ കേസ്. ഞാൻ ജസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ പോയി നോക്കിയിട്ട് നമുക്ക് ബിഗ് എയർപ്ലെയിനുകളൊക്കെ കയറാൻ പറ്റും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ വരട്ടെ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എയർപോർട്ടുകളൊക്കെ എത്താറായിട്ട് പോവുകയാണ്. നമ്മൾ എയർപോർട്ടുകളൊക്കെ എത്താനായിട്ട് പോകണം. കുറച്ച് ദൂരം കൂടെ ഉള്ളു കേസ് നമ്മൾ എയർപോർട്ടുകളൊക്കെ. അപ്പോൾ കേസ് ഫൈനലി നമ്മൾ എയർപോർട്ടുകളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മളെ ബിഗ് എയർപ്ലെയിൻ്റെ അടുത്ത് പോണതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കേസ് ട്രിക്കുകളൊക്കെ ചെയ്യാനായിട്ട് നേരെ നിങ്ങൾ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുക കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ വിളിക്കുന്നതോടെ തന്നെ നിങ്ങൾ ഓട്ടോറിക്ഷ 8370 അടിച്ച് ഓട്ടോറിക്ഷകളൊക്കെ വിളിക്കുക. ഓട്ടോറിക്ഷ വിളിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ബോട്ട് വിളിക്കുക കേസ്. ഓക്കെ, ജസ്റ്റ് ബോട്ട് വിളിക്കുക കേസ്. അപ്പോൾ വിളിച്ചതൊന്ന് തെറ്റിപ്പോയി, ഇങ്ങനെ അല്ല കേസ് വിളിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഓട്ടോറിക്ഷയുടെ മണ്ടയിലായിട്ട് നമ്മൾ ബോട്ട് വന്നു, ഇങ്ങനെയല്ല കേസ് വരാനുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞ് ജസ്റ്റ് ഇതൊന്ന് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഒരിക്കൽ കൂടെ നമ്മൾ ഓട്ടോറിക്ഷകളൊക്കെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഓട്ടോറിക്ഷകളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു കുറച്ച് അടുത്തോട്ട് കയറി നിന്നിട്ട് നമ്മൾ ഇതുങ്ങളൊക്കെ വിളിച്ച് നമ്മൾ ബോട്ട് അപ്പോൾ സൈഡിലോട്ട് നീങ്ങിയിരിക്കുന്ന കാണുന്നത്. എന്നിട്ട് ആ ബോട്ടിൻ്റെ ഓട്ടോറിക്ഷ നടുക്ക് വിട്ട് ഓട്ടോറിക്ഷയിൽ കയറാൻ കേസ്. ഓക്കെ, എന്നിട്ട് നേരെ ഓട്ടോറിക്ഷ മൂവുകളൊക്കെ ചെയ്ത് നമ്മൾ ബോട്ട് ഓട്ടിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കൈയൊക്കെ പറയും കെട്ടിയായിട്ടാണ് കേസ് നമ്മൾ ഓട്ടിക്കുന്നത്. എന്നിട്ട് നേരെ കുറച്ച് ഒരു റൗണ്ട് ഓട്ടിച്ചതിന് ശേഷം നേരെ നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങാൻ കേസ്. ഓക്കെ, കുറച്ച് ദൂരം ഓട്ടിക്കുക, കുറച്ച് ദൂരം നല്ല രീതിയിൽ തന്നെ ഓട്ടിക്കുക. ഞാൻ ഈ ഓട്ടിക്കുന്ന പോലെ തന്നെ കുറച്ച് ദൂരം നിങ്ങൾ ഓട്ടിക്കാനായിട്ട് ശ്രമിക്കുക കേസ്. ഒക്കെ ഞാൻ ഈ ഓട്ടിക്കുന്നതോടെ തന്നെ നിങ്ങൾ കുറച്ച് ദൂരം ഓട്ടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലെയിനൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കേസ് നമ്മൾ പ്ലെയിനുകളൊക്കെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേറെ ലെവൽ പ്ലെയിനാണ്. എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ട്രിക്ക് മനസ്സിലായില്ല, അടിപൊളി ഒരു ട്രിക്കാണ്. ഇതെല്ലാം കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ പ്ലെയിനിൻ്റെ അടുത്തുകളൊക്കെ ചെന്നപ്പോൾ ഒരു ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടില്ല കേസ്. നമുക്ക് പ്ലെയിനിൽ കയറുന്ന ഒരു ഓപ്ഷൻ കാണിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് മനസ്സിലാവുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സിൽ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഇത് ഉടനെ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലിൽ വരാനായിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, നമ്മൾ ഈ ഒരു പ്ലെയിനുകളൊക്കെ ഫൈനലിൽ വരാനായിട്ട് പോവുകയാണ് നമ്മൾ ഗെയിമിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എലിഫൻറ്റിൻ്റെ ചീറ്റ് കോഡ് കാരണം ഇതുവരെയ്ക്ക് റിലീസ് ആയിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലിഫൻറ്റുകളൊക്കെ എന്നാണ് വരുന്നത് നമ്മുടെ ഡെവലപ്പേഴ്സുകളൊക്കെ നമുക്ക് ഇതുവരെയ്ക്ക് ഒരു റൂമേഴ്സും തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു എലിഫൻറ്റുകളൊക്കെ എന്ന് വരും, ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്നും നമ്മുടെ ഡെവലപ്പേഴ്സ് ഇതുവരെയ്ക്ക് തന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എലിഫൻറ്റുകളൊക്കെ വെച്ച് കളിക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്ന് പറഞ്ഞാൽ ഗെയിമുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എലിഫൻറ്റുകളൊക്കെ വെച്ച് കളിക്കാനായിട്ട് സാധിക്കും. അതിൽ കുറേ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ട് ഗൈസ്. പുതിയതായിട്ട് കുറേ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ട്. ആ ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു എലിഫൻറ്റുകളൊക്കെ എടുത്ത് കളിക്കാൻ, എലിഫൻറ്റ്, ലയണ്, ടൈഗറുകളൊക്കെ എടുത്ത് വെച്ച് കളിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ. അപ്പം നമ്മളെ ഈ ഒരു ഗെയിമിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു എലിഫൻറ്റ് കൊണ്ടുവരത്തെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് എന്തുകൊണ്ട് അവർക്ക് എലിഫൻറ്റിൻ്റെ മോഡ് പാക്കുകളൊക്കെ കിട്ടിയത്, ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു മോഡ് കിട്ടിയത് അവർക്ക്. അതുകൊണ്ടാണ് ഇത്ര വൈകുന്നത് കേസ് നമ്മുടെ എലിഫൻറ്റുകളൊക്കെ കൊണ്ടുവരാൻ. അത്യാവശ്യം വേറെ കിടിലൊരു എലിഫൻറ്റ് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കാണല്ല, കൊമ്പൊക്കെ നീണ്ടിലുള്ള വലിയൊരു എലിഫൻറ്റാണ്. അത് ഇപ്പോഴാണ് എന്താണ് നമ്മളെ ഡെവലപ്പേഴ്സ് നമ്മളെ എലിഫൻറ്റിൻ്റെ ഒരു പിക്ചേഴ്സുകളൊക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് അവർ ഡെവലപ്പേഴ്സ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എലിഫൻറ്റിൻ്റെ. അതിപ്പോഴാണ് തീരുന്നത് വലിയ പിടുത്തമില്ല. തീരുമ്പോൾ നമ്മൾ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നമ്മൾ എലിഫൻറ്റുകളെ കളിക്കുന്ന ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്ന് പറഞ്ഞൊരു ഗെയിമിൽ പോയി കഴിഞ്ഞാൽ എലിഫൻറ്റ് കിട്ടും. അതിൽ എലിഫൻറ്റ് ചീറ്റ് കോഡ് തന്നിട്ട് 4502 അടിച്ച് നമ്മൾ എലിഫൻറ്റ് ചീറ്റ് കോഡുകളൊക്കെ ഈ ഒരു ഗെയിമിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ 54
0-5 അടിച്ച് നമ്മളെ ബാറ്റ് കിട്ടും. 45 അടിച്ച് ഒട്ടകങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ 45-9 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ടൈഗറുകളൊക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ 54-6 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോളുകളൊക്കെ കിട്ടും, ക്രിക്കറ്റ് ബോൾ. പിന്നെ ഈ ഒരു ഗെയിമിൽ തന്നെ നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസൊക്കെ. അപ്പോൾ മെസ്സി അല്ലെങ്കിൽ ഈ ഒരു ഗെയിം വേറെ ലെവലാണ്. നിങ്ങൾക്ക് ഒരു ഗെയിമിൻ്റെ ലിങ്കുകളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് കമൻറ്റുകളൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു ലിങ്കുകളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലിഫൻറ്റുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലിൽ വരാനായിട്ട് പോകണം. ഇത് എന്നാണ് വരുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ എലിഫൻറ്റ് വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഞാൻ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.